ഹലോ അസ്സലാമു വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ട് ഈസി ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടല കുതിർത്ത് വെച്ചതാണ്. അതിനി നമുക്കിനി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു കുക്കർ എടുക്കുക. കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ച കടലല്ലേ അതിട്ട് കൊടുക്കട്ടോ. അതൊക്കെ ഓരോരുത്തർ കടല എത്ര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 5 വെളുത്തുള്ളിയാണ്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇത് വേവാനുള്ള വെള്ളമാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ എത്ര കടല എടുത്തിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നമുക്കിത് വേവേണ്ട ഒരു 4 വിസിലേക്ക് നമുക്ക് ഇതാക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 4 വിസിലാണ് ഇതിനാക്കിയത്. 4 വിസിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് വേവിൽ കിട്ടും. ഉടഞ്ഞു പോവാതെ തന്നെ നല്ല കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും. അതുപോലെയാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഒരുപാട് ഉടഞ്ഞു പോകണ്ട. അപ്പോൾ നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് അരപ്പ് ഉണ്ടാക്കണം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ അരമുറി തേങ്ങ എടുത്തത് കേട്ടോ. നമ്മൾ ചില സമയത്ത് കടലക്കറിയൊക്കെ വെക്കുകയാണെങ്കിൽ പെരിഞ്ചീരകമൊക്കെ തേങ്ങയുടെ കൂടിട്ട് അരക്കാറുണ്ട്. ഇതതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പച്ച തേങ്ങ അരച്ച് ഒഴിച്ചാൽ മതി. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക്. നമ്മൾ സാധാ ഒരു കടലക്കറി വെക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ല, നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതിനുണ്ടാവുക. എളുപ്പത്തിൽ ഉണ്ടാക്കി തീരുകയും ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 വിസിലായിട്ട് കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം നമുക്ക് സിമ്മിലിടല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടി കഴിഞ്ഞ് പോയിരിക്കും. നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൊടി ഇട്ട് ഒന്ന് വഴറ്റെടുക്കാം കേട്ടോ. ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇത്രയും മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റെടുക്കണം കേട്ടോ മസാലപ്പൊടികൾ. അപ്പോൾ അതിൻ്റെ പച്ചമണക്കം മാറുന്ന വരെ ഒന്ന് വഴറ്റെടുക്കുക. അപ്പോൾ ആ ചൂടിൽ തന്നെ നമുക്ക് വഴറ്റെടുത്താലും മതി കേട്ടോ. ഫ്ലെയിം അല്ലെങ്കിൽ സിമ്മിലിടുക. കാരണം ഒരുപാട് പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിന് ടേസ്റ്റ് മാറും. ഇപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴത്തേനും നമ്മൾ കറിയൊക്കെ നല്ലൊരു അരച്ച ഒരു കറിയുടെ ഒക്കെ ടേസ്റ്റ് വരും കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, മണവും ഉണ്ടാവും നമ്മളെ കറിക്ക്. ഇപ്പോൾ നമ്മളിതാ ആ പച്ച മണക്കെ പോയി പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടല ഈ ഒരു സ്റ്റേജിന് വേണം വെന്ത് കിട്ടാൻ കേട്ടോ. ഉടഞ്ഞു പോകരുത്. നിങ്ങൾ നോക്കിയിട്ട്, ഞാൻ 4 വിസിലാണ് ആക്കിയത്. നിങ്ങൾ നോക്കിയിട്ട് 3 വിസിലാണ് നിങ്ങൾക്ക് വേണിച്ചാൽ നോക്കിയിട്ട് വേണം ആക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് മിക്സ് ആയതിനു ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി വെച്ച തേങ്ങല്ലേ അതിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ജീരകമൊന്നും അരച്ചിട്ടില്ല, പക്ഷേ അല്ലാതെ തന്നെ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ ഇത്രയും പൊടികളും ഇത്രയും ഉള്ളൂ അത്രയും ചേർത്താൽ തന്നെ നമ്മളെ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെ ഒക്കെ ഈ ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മളൊന്ന് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ആ ജാറിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് ലൂസാക്കുന്നുണ്ട് നമ്മളെ കറി. ഒരു കുറുകിയ ടൈപ്പ് തന്നെ വേണ്ടത് കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന വരട്ടാ നമ്മളെ കറി റെഡി ആയിട്ടാ. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിക്കുമ്പോൾ കടല വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്താണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടതിന് ശേഷം ഒന്ന് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മളെ കറി ഒന്ന് തിളച്ച് വരും. ഒരുപാട് തിളപ്പിക്കുന്നത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയല്ലേ. വെള്ളക്കടല കറി ഇതുപോലെ ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കറി തിളച്ച് കുറുകി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടത്. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിട്ടത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.